ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാലിന് പെട്ടെന്നൊരു അസുഖം വന്നതുകൊണ്ട് ഒരാഴ്ചത്തെ ഒരു ബെഡ് റെസ്റ്റ് ഒക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മെഷീൻ ചവിട്ടാനുള്ള വഴി എനിക്ക് എന്തായാലും കിട്ടുക എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റിച്ചിങ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ കൈ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാമെന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ അവാർഡ് പെട്ടിയൊക്കെ ഒന്ന് പുറത്തെടുത്തു വിട്ടാൽ. അപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു ഓൾറെഡി എൻ്റെ കയ്യിലൊരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു പ്ലെയിൻ ചുരിദാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഡിസൈൻ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യമേ തന്നെ ഞാൻ പറയാം, ഞാൻ അങ്ങനെ എംബ്രോയിഡറി ഒന്നും കാര്യമായി പഠിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ പഠിച്ചോ ചോദിച്ചാൽ ഞാൻ ആദ്യം ഒരു 2 ദിവസത്തെ ഒരു ചെറിയൊരു ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. 3ാമത്തെ ദിവസം കൊറോണ ലോക്ക്ഡൗൺ വന്നു. അതിനുശേഷം അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല, ഇന്ന് വരെയായിട്ട് ഞാൻ പോയില്ല കേട്ടോ. പിന്നെ ആ ലോക്ക്ഡൗണിൻ്റെ ആ ടൈമിൽ ഞാൻ പിന്നെ യൂട്യൂബ് നോക്കിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ പഠിച്ച് ഒന്ന് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തതാണ്. കുറേ കാലം ഞാൻ ഈ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് തന്നെ. പിന്നെ ഞാൻ മെഷീനിലാണ് കൂടുതലും എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മെഷീനിലാണ്, അതായത് നമ്മുടെ സാധാരണ തയ്യൽ മെഷീൻ വെച്ചിട്ടാണ് ഞാൻ എംബ്രോയിഡറി വർക്ക് കൂടുതൽ ചെയ്യാറുള്ളത്. ഞാൻ കൂടുതൽ ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ. ഞാനിത് ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊന്ന് തലപുഴച്ച് നോക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഡിസൈൻ ഞാനൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ വ്യക്തമായ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ അതിന് മാത്രമുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടോ എന്ന് തന്നെ ഉള്ള കാര്യം ഡൗട്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ കുറച്ച് എംബ്രോയിഡറി നൂറുണ്ട്, കുറച്ച് ബീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ വരച്ചു കൊടുത്ത ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതാ ഈ ഒരു എന്താ പറയുക, ഒരു ഓവൽ ഷേപ്പാണ് കേട്ടോ. റൗണ്ട് ഫുള്ളായിട്ടല്ലാണ്ട് ഇങ്ങനെ നമ്മളെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് താഴേക്കൊരു റൗണ്ട് ഷേപ്പ്, പിന്നെ അതിൻ്റെ കുറച്ചൊരു ഇഞ്ച് മുകളിലേക്കായിട്ട് ഒരു അമ്പിളിമാമൻ്റെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു രീതിയിൽ. അപ്പം ഞാൻ ആദ്യം വെച്ചു കൊടുക്കുന്നത് ബീഡ്സാണ്. നമ്മുടെ എന്താ പറയുക, എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്നത് എല്ലാ ബീഡ്സും ഞാൻ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ആർക്ക് വേണ്ടിക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ആ ഒരു വരച്ചു കൊടുത്ത ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതിനുള്ളിലേക്ക് നമുക്ക് വേണ്ടുന്ന നമ്മളൊക്കെ ചെറിയ ചെറിയ ബീഡ്സും അതുപോലെ ത്രെഡ് വെച്ചിട്ടുള്ള ഫ്ലവറൊക്കെ ആയിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. പെട്ടെന്നല്ല, കുറച്ച് സമയം എടുക്കും കേട്ടോ. സാധാരണ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യാൻ ഈ 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നല്ല, കുറച്ചധികം തന്നെ ടൈം എടുക്കും. എന്താ എന്നെപ്പോലെ ബിഗിനറും അതേപോലെ ഒന്നും അറിയാത്തവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ടൈം എടുക്കും. പിന്നെ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഇവിടെ പണി റെസ്റ്റിലായതുകൊണ്ട് പിന്നെ ഇത് ഞാൻ അങ്ങനെ ഒറ്റ ഇരിപ്പിനെ അങ്ങനെ തീർത്തുന്നേ ഉള്ളൂ. ഞാൻ ഇതേപോലെ ബീഡ്സാണ് ആദ്യം വെച്ച് കൊടുക്കണത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാ ബീഡ്സും ഞാൻ മാക്സിമം ഞാൻ അതിൽ കൊള്ളിച്ചിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി ഒന്ന് ബീഡ്സൊക്കെ വെച്ച് കൊടുക്കാമെന്ന് എനിക്ക് അവസാനം തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ച് ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു ഫിനിഷിങ് ഇല്ലാത്തവരൊക്കെ ഒന്ന് തോന്നി. അപ്പോൾ നിങ്ങൾ ബീഡ്സൊക്കെ വെച്ച് കൊടുക്കുന്നതാണെങ്കിൽ, ത്രെഡ് വെച്ച് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ, ബീഡ്സ് വെച്ച് കൊടുക്കുന്നവരാണെങ്കിൽ ഈ ബീഡ്സ് നമുക്ക് ഫ്ലവറൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചെടുക്കാൻ പറ്റൂലേ. ഇങ്ങനെ ആദ്യം ഒന്ന് കൊടുക്കുക, എന്നിട്ട് അതിനുശേഷം ഒരു 3-4 ഇടം ഒരുമിച്ച് കോർത്തിട്ട് ഒരു ഫ്ലവർ പോലെയൊക്കെ ആക്കിയിട്ട് ചെയ്യാൻ പറ്റൂലേ. അതുപോലെ ചെയ്തെടുക്കുന്നതിലും കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇത് നമ്മുടെ നോർമൽ നൂലിലാണ് കേട്ടോ ചെയ്തത്. ഇത് എംബ്രോയിഡറി നൂലൊന്നല്ല, സാധാരണ സൂചി നൂലും വെച്ചിട്ടാണ് ഈ ബീഡ്സ് ഞാനിങ്ങനെ വെച്ചെടുക്കണത് കേട്ടോ. അങ്ങനെ ബീഡ്സ് ഏകദേശം ഇങ്ങനെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത പരിപാടി ഞാൻ നമ്മുടെ ത്രെഡ് വെച്ചിട്ടായിരുന്നു ചെയ്തത്. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ കൂടുതൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടുതലൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 3 കളർ ത്രെഡാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ നമ്മുടെ എംബ്രോയിഡറി ഒരു നൂലിൽ തന്നെ നമുക്ക് നൂല് ആവശ്യത്തിനുള്ള വലിപ്പത്തിനനുസരിച്ച് നമുക്കിനെ വിടർത്തി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു 6 ടെൻസിലായിട്ടാണ് നൂലെടുത്തിട്ടുള്ളത്. ഒരു 6 എണ്ണം ഉണ്ടാവും അതിൽ, അതാണ് ഇങ്ങനെ 6 ടെൻസിൽ എന്ന് പറയണത്. അങ്ങനെ വെച്ചിട്ട് ഞാനത് ഫ്രഞ്ച് നോട്ട് എന്നാണ് ഈ ഒരു ഇപ്പം ചെയ്യുന്ന ഈ ഒരു രീതിൻ്റെ പേര്, അങ്ങനെയാണ് പറയുക, ഫ്രഞ്ച് നോട്ട് എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ യൂട്യൂബ് നോക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പോയത് 2 ക്ലാസ്സിൽ ആദ്യത്തെ ഒരു ലേസി ഡേസി, അങ്ങനെ റണ്ണിങ് സ്റ്റിച്ച്, അങ്ങനെ 2-3 ഐറ്റംസ് മാത്രമേ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മളെ സൂചി ഒന്ന് കുത്തുക, അതിനുശേഷം ആ സൂചിക്ക് തന്നെ ഒരു 3-4 പ്രാവശ്യം ഒന്ന് കറക്കുക. അതിനുശേഷം അതേ സ്ഥാനത്തൊന്ന് കുത്തി അടിയിലോട്ട് വലിക്കുമ്പോൾ മുകളിലൊരു ഫ്ലവർ രൂപത്തിൽ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് നൂലിൻ്റെ എണ്ണവും കൂട്ടാം. അതായത് നൂല് വലിയ ഫ്ലവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എംബ്രോയിഡറി നൂല് മുഴുവനായിട്ടുള്ള ആ ഒരു രീതിയിൽ അങ്ങനെ അങ്ങ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ബീഡ്സ് വെച്ച സ്ഥലത്തൊക്കെ ബീഡ്സിനെ ചുറ്റും ഒരു ഫ്ലവർ പോലെ ആക്കിയിട്ടാണ് ആദ്യം ഒരു വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കണത്. അതേപോലെ അവിടെ ഇവിടെയൊക്കെയുള്ള ഗ്യാപ്പിലൊക്കെ ആയിട്ട് ഞാൻ ആ ഒരു ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അതായത് ഇന്ന സ്ഥലത്ത് ഇന്ന ഡിസൈൻ വേണം, ഇന്ന ഇതിൽ വേണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ഏതൊക്കെ ടൈപ്പിൽ ഫ്ലവറൊക്കെ ആക്കാൻ അറിയോ അതൊക്കെ ഞാൻ ഇതിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ എൻ്റേത് അത്ര എനിക്കങ്ങനെ ഫിനിഷിങ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. എൻ്റെ അത്ര ഫിനിഷിങ് ഒന്നുമില്ല. കാരണം ഞാൻ കുറേ കാലമായി ഈ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട്. കാരണം
ഈ എംബ്രോയ്ഡറി ആരി വർക്കൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്താ പറയുക അത്രയും നീറ്റിൽ നമുക്കത് കിട്ടുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും എനിക്ക് അത് തന്നെ പറ്റുമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്നെക്കൊണ്ട് ആകുന്നില്ലായിരുന്നു കേട്ടോ. ഞാൻ കുറേ വർഷങ്ങളായി ഞാൻ ഈ ഒരു സൂചി നൂലും ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ ചെയ്യാൻ തന്നിട്ട്. കാരണം വേറെ ഒന്നല്ല, ഒന്നാമത് ഒരുപാട് ടൈം എടുക്കും, രണ്ടാമത് കുറച്ച് നേരം ഞാൻ ഇതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വല്ലാണ്ട് എനിക്ക് തലവേദന ഇളകും. അങ്ങനെ കുറച്ച് പേർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എനിക്ക് മാത്രം തന്നെയുള്ള പ്രശ്നമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഈ സൂചി നൂല് വെച്ചിട്ട് ഇത് തുന്നിക്കൊണ്ടേ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു തലവേദന ഇളകാനുണ്ട്. അതുകൊണ്ട് അത് പേടിച്ച് മാത്രം ഞാനിപ്പോൾ ഇങ്ങനെ സൂചി നൂലും വെച്ചിട്ടുള്ള ഒരുപാട് ടൈം എടുത്തിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പറ്റാത്തതുകൊണ്ട് മാത്രം, എന്നെക്കൊണ്ട് കഴിയാത്തൊരവസ്ഥയാകുന്നത് കൊണ്ട് മാത്രം ഞാൻ ചെയ്യാത്തതാണ്. അല്ലാതെ ഇഷ്ടക്കുറവ് കൊണ്ടൊന്നുമല്ല കേട്ടോ, മടിയായതുകൊണ്ടൊന്നുമല്ല. ഇങ്ങനെ തലവേദനയൊക്കെ ഇളകും, പിന്നെ ഒരുപാട് ടൈം എടുക്കും. അത്രയും ടൈം ഇരുന്ന് വർക്ക് ചെയ്യാനുള്ളൊരു ടൈം എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത് തന്നെ ഞാനൊരു 2.5 മണിക്കൂർ 3 മണിക്കൂറോളം ഞാൻ ഇതിനെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒറ്റ ഇരിപ്പിൽ തന്നെ ഇരുന്നിട്ട് തന്നെ. അത് എനിക്ക് ചിലപ്പോൾ ഇത് നന്നായിട്ട് ചെയ്യുന്നവർക്ക് എത്രയൊന്നും ടൈമിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യുന്നതൊന്നുമല്ലല്ലോ, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു പൂതിക്കൊക്കെ ചെയ്ത് നോക്കുന്നതല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യം കരുതിയത് മിറർ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് നോക്കാമെന്നായിരുന്നു. മിറർ വെച്ചിട്ട് നോക്കുക, അതാകുമ്പോൾ പെട്ടെന്നാവുമല്ലോ, ഒട്ടിച്ചു കൊടുക്കല്ലേ വേണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ എൻ്റെ കയ്യിൽ ആ ഒരു ഫാബ്രിക് ഗ്ലൂ കഴിഞ്ഞു പോയി. പിന്നെ അത് പുറത്തുപോയി വാങ്ങാൻ പറ്റുന്ന സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ ത്രെഡും ബീഡ്സും വെച്ചിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ ഒരു മോഡൽ ഉണ്ടല്ലോ, ഈ വരച്ചിട്ടുള്ള ഈ ഒരു റൗണ്ട് ഷേപ്പ് വരക്കണത്, അത് ഞാൻ വരച്ചതൊരു മൂടി വെച്ചിട്ടാണ് റൗണ്ട് ഷേപ്പ് വരച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡലിൽ ഞാനന്ന് തപ്പിപ്പിടിച്ചത് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പിൽ നിന്നാണ് കേട്ടോ. പിൻട്രസ്റ്റിൽ വന്നിട്ട് ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുത്താൽ അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. അറിയാത്തവരാണെങ്കിലും ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഒരുപാട് എംബ്രോയ്ഡറി ഡിസൈൻസും അതേപോലെ ഡ്രസ്സ് ഡിസൈൻസും പുതിയ മോഡൽസും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കാൻ പറ്റും. അങ്ങനെ ഇതാ ഞാൻ വൈറ്റ് കളർ നൂല് വെച്ചിട്ടുള്ള കുറേ ഫ്ലവർ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഞാൻ ഇതേപോലെ യെല്ലോ കളർ നൂലാണ് കേട്ടോ എടുത്തത്. യെല്ലോ കളർ ത്രെഡ് വെച്ചിട്ടും ഇത് നമ്മൾ വൈറ്റ് കളറിൽ ചെയ്ത് അതേപോലെ തന്നെ കുറച്ച് ഫ്രണ്ടിനോട്ട് വെച്ചിട്ടുള്ള കുറച്ച് ഫ്ലവർ ഉണ്ടാക്കി, പിന്നെ ലേസി ഡേസി വെച്ചിട്ട്, പിന്നെ റണ്ണിങ് സ്റ്റിച്ച്, അങ്ങനെ കുറച്ച് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മൾ വരച്ചു കൊടുത്ത ആ ഗ്യാപ്പിൽ അതൊന്ന് ഫില്ല് ചെയ്യണമെന്നേ ഉള്ളൂ. ഇന്നത് വേണമെന്നൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെയും കളേഴ്സ് എടുക്കാമായിരുന്നു. വേറെയും എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. എത്ര കളേഴ്സ് നമുക്ക് നൂല് വേണ്ടുന്നുണ്ടെങ്കിലും, എത്ര കളേഴ്സ് ബീഡ്സ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിനുള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. സത്യമായിട്ട് നല്ല ഭംഗിയുണ്ടാവും അത് ഫുള്ളായിട്ട് ഗ്യാപ്പില്ലാതെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതുപോലെ യെല്ലോ കളറും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ കളർ എൻ്റെ കയ്യിൽ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കയ്യിൽ ബാലൻസ് വരുന്ന ഐറ്റംസ് വെച്ചിട്ട് ചെയ്ത് നോക്കിയ ഒരു ഡിസൈനാണിത്. അങ്ങനെ ഇതുപോലെ ഞാൻ മൊത്തമായിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എംബ്രോയ്ഡറി ഒക്കെ നന്നായിട്ട് അറിയുന്നവരാണെങ്കിൽ ഒരുപാട് കുറ്റങ്ങൾ ഇതിൽ കാണാൻ പറ്റുമായിരിക്കും. കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. അത് കാര്യമാക്കണ്ട. അത് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിലൊന്നും മനസ്സിലാവില്ല. ചിലപ്പോൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഒറ്റ നോട്ടത്തിലൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ നന്നായി അറിയുന്നവർക്ക് മാത്രമൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ മിസ്റ്റേക്കൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അബദ്ധങ്ങളൊക്കെ ഉണ്ടാകും, അതൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ഇതൊരു ട്യൂട്ടോറിയലായിട്ടൊന്നും നിങ്ങൾ കാണണ്ട, ഒരു ഐഡിയ പറഞ്ഞു തന്നേ ഉള്ളൂ. അതായത് എന്നെപ്പോലെ ഇത്രയും മാത്രമേ അറിയുള്ളൂ എന്നുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡിസൈൻസൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഭംഗി ഉണ്ടാവുമെന്ന് ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ടുണ്ടല്ലോ മുഴുവനായിട്ടും ഇതുപോലൊരു നമ്മൾ സാധാരണ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കൂലേ, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ഫ്ലവറിനൊക്കെ ഒരു തണ്ട് പോലെ ഇങ്ങനെ വി ഷേപ്പ് പോലെ ഒന്നവിടെ കുത്തും, പിന്നെ ഇങ്ങോട്ടേക്ക് വലിക്കും, ഇങ്ങോട്ട് കുത്തും. അങ്ങനെ ആ ഒരു രീതിയിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന സംഭവം തന്നെ പറയുമ്പോൾ മനസ്സിലായിരുന്നില്ലെങ്കിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. ആ ഒരു രീതിയിലാണ് ഞാൻ മൊത്തമായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നത്. ഇത്രത്തോളം ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നൂലൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴും ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കെന്തായാലും ഓക്കെയാണ്, എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടത്തിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്